ഞാൻ ആരാണെന്ന് പറയാമോ? ആരാണ്? എടി നിനക്കറിയായിരിക്കും, പക്ഷെ ഇവിടെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാർ കഴുതകളുണ്ട്. എവിടെ അളിയനും അമ്മാവനും പ്രതികൾ ചാടിപ്പോയി എനിക്ക് പിടിക്കാൻ അറിയാം. പക്ഷെ അനാവശ്യം കാണിച്ചുണ്ടല്ലോ അടിച്ച് ചപ്പാൻ തകർത്തളയും. അയാളവരുടെ അമ്മാവൻ എന്ത് ചെയ്യുന്ന അവളെന്നെ ഫോൺ ചെയ്തിട്ട് പറയാണ് മദ്യം വാങ്ങിച്ചോണ്ട് വരാൻ. ഞാൻ എന്താ മദ്യം വായിക്കുന്ന ആളാ? അത്ര ബോധമില്ലല്ലോ. അതെന്താ അറിയാമോ, അമ്മാവ എന്നോട് സാധനം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനാ പറഞ്ഞത് അളിയനെ വിളിച്ച് പറഞ്ഞാ പെട്ടെന്ന് അളിയെ അവിടെ ചെന്ന് ക്യൂ നിൽക്കണ്ടല്ലോ, സാധനം കിട്ടുമല്ലോ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, തമാശ കളിക്കണം. അല്ല പോലീസ് ഉദ്യോഗസ്ഥർ പോയാലേ പെട്ടെന്ന് കിട്ടുള്ളൂ, അല്ല നമ്മള് ലോക്കൽസ് ഒക്കെ പോയി കിട്ടുമല്ലോ. മോനെ കിട്ടും, എന്റെ കൈ വാങ്ങുന്നുണ്ട്. ഞാൻ എന്താണ് വിചാരിച്ചതിനെ പറ്റി? എന്നെ പോലത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ താൻ സാധനം വാങ്ങിക്കാൻ പറഞ്ഞ? മദ്യം വാങ്ങിക്കാൻ പറഞ്ഞ കാര്യം തനിക്ക് ഇത്ര വിവരമില്ലല്ലോ, ഇത്ര പ്രായമായല്ലോ. അയ്യോ അത് മോനെ വിഷമെങ്കിൽ ക്ഷമിക്കും. എന്ത് വിഷമായി ക്ഷമിക്കാൻ വേണ്ടി? കളിക്കണോ? അല്ല അതുകൊണ്ടല്ല, വിഡ്ഢിവേഷം കെട്ടുകയാണോ? അല്ല മോനെ, ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോവണേ. എവിടെ പോണു? എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. എന്താ കാര്യം? എനിക്കവിടെ വീടും വെളുപ്പൊക്കെ ഉണ്ട്. ഞാൻ ഇവരെ കാണാൻ വന്നതാ. അപ്പൊ അവര് പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് ഒരാഴ്ച, ഇനി നിക്കാൻ പറ്റില്ല, നാളെ തന്നെ പോണം. കുറച്ചു ദിവസം കൂടി നിന്നിട്ടൊക്കെ പോയാൽ മതി. നീ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്? അമ്മാവൻ അവിടെ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാണ്. അമ്മാവൻ എവിടെ പിടിച്ചിരുത്തിരുന്നാണ്? അമ്മാവനൊരു തീരുമാനം എടുത്തു, ഇത്രയും പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹം പോണെങ്കിൽ പോട്ടെ, അദ്ദേഹത്തിന് അവിടെ 100 കൂട്ടം കാര്യമുള്ളതല്ലേ. അതെ, അമ്മാവൻ പോയിക്കും, പക്ഷെ സാധനം ഞാൻ വാങ്ങിക്കും. അമ്മാവന്റെ ബ്രാൻഡ് അതെ. അമ്മാവൻ പറയട്ടെ, അമ്മാവനല്ലേ കഴിക്കണം. അതെ, അമ്മാവൻ ഏതാ വേണ്ടത്? ഞാൻ മോന്റെ വീട്ടിലെ വന്നിട്ട് മോനൊരു ട്രീറ്റ് തരുമ്പോ അല്ലേ? അതെ കേട്ടല്ലോ. അപ്പൊ മോൻ ഇഷ്ടമുള്ളത് വാങ്ങിയാ. അമ്മാവ എന്റെ വീട്ടിൽ വന്ന് അമ്മാവൻ ഇറങ്ങി പോകുമ്പോ സന്തോഷമായിട്ട് പോകണം, അത് എന്റെ ഒരു ആഗ്രഹമാണ്. അമ്മാവൻ എന്നല്ല ആരും, അമ്മാവൻ ഞാൻ സ്നേഹമുള്ള ആളാണ്. പക്ഷെ ഇത്തിരി ജോലി സംബന്ധമായി ചില ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെന്നുള്ളൂ, പക്ഷെ സ്നേഹമുള്ള ആളാണ്. അതെ, പിന്നെ പോലീസ് ആവുമ്പോ ആ ശീലിച്ചതൊക്കെ വരും, എനിക്ക് അറിഞ്ഞൂടെ. അല്ലാണ്ട് ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ് അമ്മാവ. അപ്പൊ അമ്മാവന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാ ഞാൻ കാശ് എടുത്തിട്ട് വരാം. കളിക്കണം? അത് വേണ്ട, അത് വേണ്ട. എന്റെ വീട്ടിൽ വന്ന് എന്റെ തറവാട്ടിൽ വന്ന് കാശ് കൊടുത്തിട്ട് അമ്മാവൻ വാങ്ങിച്ചിട്ട് ഞാൻ അമ്മാവിൻ്റെ ഇത് കഴിക്കും. അമ്മാവനെ സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിയാണ്, അല്ല നമ്മ വിഷമിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കൊടുക്കും, ഞാൻ വാങ്ങിപ്പിക്കും. അമ്മാവൻ ധൈര്യമായിട്ടിരിക്കും. അല്ല മോനെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാലേ ഒരു 2 ബീഫ് റോസ്റ്റും കൂടി വാങ്ങാൻ പറ. ബീഫ് റോസ്റ്റ്? അയ്യോ ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. അല്ല ബുദ്ധിമുട്ടല്ല. അപ്പൊ അമ്മാവൻ ഈ ഡക്ക് കഴിക്കും, താറാവ് കഴിക്കും, കഴിപ്പിക്കും ഞാൻ. അടിപൊളി താറാവ് റോസ്റ്റ് ഉണ്ട് അമ്മാവൻ, അതെല്ലാം വാങ്ങിച്ച് അമ്മാവനെ ശരിക്കും നന്നായിട്ട് സന്തോഷിപ്പിച്ച് വിടുള്ളൂ. ഹലോ അമ്മ റെഡി ആയിക്കോ. ഞാനാണോ? പാവ മനുഷ്യനെ, ഞാൻ അങ്ങനെയൊന്നുമല്ലേ എഴുതി. ഞാൻ പറഞ്ഞില്ലേ മനസ്സിലൊന്നും ഇല്ലെന്നേ. തലക്കകത്തൊന്നുമില്ല, മനസ്സിൽ മാത്രമല്ല.